വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗാണ്. അപ്പോൾ ശരിക്കും ഇത് ഞാൻ എടുക്കുന്നത് ബർത്ത്ഡേയുടെ അന്നല്ല, പക്ഷെ ഞാൻ ഇടുന്നത് ബർത്ത്ഡേയുടെ അന്നായിരിക്കും. എൻ്റെ ബർത്ത്ഡേ ജൂലൈ 30 പക്ഷേ ഇന്ന് ജൂലൈ 5. അപ്പം ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് പോവും, നാട്ടിലോട്ട് പോവും. അപ്പം പപ്പായുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് കുഞ്ഞ് കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയതായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഡിലു ഉണ്ട് ഇവിടെ 2 ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ കാണിച്ച പണിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഒരു 5:45 കഴിഞ്ഞിട്ട് പപ്പയുടെ ഫ്രണ്ട് ഇവിടെ പെട്ടിയൊക്കെ ജസ്റ്റ് പാക്ക് ചെയ്തിട്ട് വന്നതാണ്. അപ്പം ജസ്റ്റ് എൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പം ഇത് ഞാൻ ജൂലൈ 30 ഇടുന്നത്. എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരിക്കും ഇടുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷൻ ബലൂൺ ആരാ, ഈ 2 ബലൂൺ ആരാ ഇതാക്കി വെച്ചത്? ആദ്യമേ പറയാൻ പഠി എന്ത് 14ാമത്തെ ബർത്ത്ഡേ ആണ്. പക്ഷേ എന്നെക്കാട്ട് എക്സൈറ്റ്മെന്റ് ഇവക്കാ കേക്ക് തിന്നാൻ വേണ്ടി. ബർത്ത്ഡേകൾ തന്നെ കേക്ക് എടുത്തുകൊണ്ട് വരുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. വൈറ്റ് അല്ല, ബ്ലാക്ക്. വൈറ്റാ. ഹാപ്പി ബർത്ത്ഡേ ദിയ ഫാത്തിമ. അപ്പോൾ ഞാൻ തുറന്നിട്ട് കാണാൻ തുറക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. ഗൈസ് ഇവിടെ ടേപ്പ് കളക്കി കഴിഞ്ഞു. കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് തന്നെ കൊച്ചി തന്നെ ഇപ്പം ഇതാക്കാണ്. ഫ്രിഡ്ജ് വെച്ചോണ്ട് മണ്ടയിൽ കുറച്ച് വെള്ളമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേക്ക്. എൻ്റെ ബർത്ത്ഡേക്ക് പോലും ഇങ്ങനെ ആക്കിയിട്ടില്ല. ഇതെന്തുവാടേ, കോരിമുട്ടയോ? ഓക്കെ, എനിക്കോ? പിടിച്ചോ. ഇത് വൈറ്റ് ഫോറസ്റ്റാ. അപ്പുറത്ത് ഞാൻ എണ്ണം കൈയെടുത്ത് വെച്ചോണ്ട് വന്നു. അപ്പൊ ചെള്ള വെച്ച് വെച്ച് എനിക്ക് ഒരെണ്ണം എടുത്ത് തിന്ന് നോക്ക്. ബോൾ ഇത് ഫോണ്ടന്റ് കഴിച്ചാ മൊത്തത്തിൽ അവര് വന്ന് കേക്ക് കുറച്ച് പോയി. ഇപ്പൊ ഞങ്ങള് മാത്രം നിന്ന് കേക്ക് തിന്നാം കേട്ടോ. എൻ്റെ മുഖത്ത് കേക്ക് വെച്ച് തേച്ചുകൊണ്ട് ഞാൻ നല്ല അടി കൊടുത്ത്. ഇപ്പൊ നാണ്ട കരച്ചിലായിരുന്നു. കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നാണ്ട വന്നിരുന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ ഇരുന്ന് കേക്ക് തിന്നുന്നു. ഇവിടെ മുറിച്ചിട്ടൊന്ന് നേരെ ജോ തിന്നത് പനലാക്കാതെ. മുറിക്ക് കഴിഞ്ഞ് കണ്ണൊന്ന് അടച്ചു തുറന്നപ്പോഴത്തേക്ക് കേക്ക് മുറിക്ക് കഴിഞ്ഞ്. അപ്പം അവിടെ പെട്ടികൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പം നമ്മുടെ ഉമ്മ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ പപ്പായും ഷൈജു അമ്മനും കൂടെ പെട്ടി പാക്ക് ചെയ്യാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ണടച്ചു തുറന്നപ്പോഴത്തേക്ക് കേക്ക് മുറിച്ച് കഴിഞ്ഞു. പെട്ടി പാക്കിങ്ങിലാണ് കേട്ടോ താജുർമായ
ഇത്ര നേരം കളിക്കാൻ പോയേക്കുമായിരുന്നു അവള്. അപ്പം ഇനി ഞങ്ങൾ അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ഇത് താറാവ് കറിയാണ് കേട്ടോ, താറാവ് കറി. അപ്പം ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ ഉച്ചയ്ക്കത്തെ കറിയൊക്കെയാണ്. ഉച്ചയ്ക്ക് വെച്ച് താറാവ് കറിയാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ കിടന്ന് പാട്ട് പടക്കുക. ഞാൻ കറി എടുത്ത് സാമ്പാറോ കറി എടുക്കാൻ പറഞ്ഞു വിട്ടതാ. ഇനി ഞങ്ങൾക്ക് പുറത്ത് വേണം. പുറത്ത് വന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊറ്റ വീഡിയോ ആണ്, ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഒരു ദിവസം കൂടെ ഞങ്ങൾ നാട്ടിൽ പോകും. മറ്റന്നാ ഞങ്ങൾ നാട്ടിൽ പോകും. അപ്പം അതിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തേ ഉള്ളായിരുന്നു, അത് തന്നെ ധാരാളം. അപ്പം ഞാൻ കേക്കേ വാങ്ങേണ്ടത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകാനായിട്ട് 2 ദിവസം കൂടെ ഉള്ളായിരുന്നു. പിന്നെ പപ്പായുടെ ജസ്റ്റ് ഒന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്ക് കുറച്ച് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പം ദിലുവിൻ്റെ ബർത്ത്ഡേക്കും കേക്ക് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. പക്ഷേ അതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ജൂലൈ 30-നാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും. ഇപ്പോഴാണ് ഈ വീഡിയോയുടെ കാര്യം ഓർത്തത് തന്നെ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു സെലിബ്രേഷൻ പോലെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.